യൂട്യൂബർ തൊപ്പിക്കെതിരായ പരാതിയിൽ അന്വേഷണം തുടങ്ങിയെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. നേരത്തെ അശ്ലീല പ്രദർശനവും സ്ത്രീവിരുദ്ധതയും നടത്തുന്നുവെന്ന പരാതിയിൽ തൊപ്പി എന്ന നിഹാദിനെതിരെ DGP അന്വേഷണത്തിന് ഉത്തരവിട്ടിരുന്നു. ഓപ്പറേഷൻ തുഫാൻ രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാവരും യോജിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് കേരളം ഒറ്റക്കെട്ടായി ഈ മയക്കുമരുന്ന് വിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടണം. പ്രത്യേകിച്ച് നമ്മുടെ അമ്മമാരും സഹോദരിമാരുമാണ് ഏറ്റവും വിഷമിക്കുന്നത്. മക്കളെ സ്കൂളിലും കോളേജിലും അയച്ചിട്ട് അവരനുഭവിക്കുന്ന പ്രയാസങ്ങൾ വളരെ വലുതാണ്. അപ്പം നമുക്ക് ഭാവി തലമുറയെ രക്ഷിക്കണം. അതിനു വേണ്ടിയിട്ട് എല്ലാവരും ഒരുമിച്ച് നിൽക്കണം. അതാണ് എനിക്ക് പറയാം. നിഖിൽ പ്രമേഷ് ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി മലപ്പുറത്ത്. നിഖിൽ, ഒരു കാലത്ത് അല്ലെങ്കിൽ ഒരു കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് പോലും ഈ രീതിയിൽ തൊപ്പി എന്ന ഈ നിഹാദിന്റെ യൂട്യൂബ് ചാനലാണെങ്കിലും മറ്റ് ഇൻസ്റ്റഗ്രാം ലൈവുകളൊക്കെ ആണെങ്കിലും അത് കാണാൻ ഒരുപാട് പേർ, കുട്ടികളടക്കമുള്ള ഒരുപാട് പേരുണ്ട്. അത് ഇപ്പോഴും ഉണ്ടെന്ന് തോന്നുന്നു. ഇപ്പോൾ സർക്കാർ തന്നെ തൊപ്പിക്കെതിരെ രംഗത്തേക്ക് വരുന്ന രീതിയിൽ കാര്യങ്ങൾ എങ്ങനെയാണ് മാറിയത്? എന്താണ് നിഹാദിനെതിരെയുള്ള പ്രധാനപ്പെട്ട പരാതികൾ? അതിന്റെ വിശദാംശങ്ങൾ എന്താണ്? പ്രജിൻ, ഏറ്റവും ആശാവഹമായിട്ടുള്ള ഒരു കാര്യമെന്ന് പറയുന്നത്, ഇന്നിപ്പോൾ രമേശ് ചെന്നിത്തല എടപ്പാളിലെത്തിയപ്പോൾ അദ്ദേഹത്തിന് മുന്നിൽ നമ്മൾ ഈ വിഷയം അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ഇത്തരത്തിലൊരു ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന്, ലക്ഷക്കണക്കിന് യുവതലമുറയെ ഒരേ സമയം ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയുന്ന ഒരു ഇൻഫ്ലുവൻസർ ഇത്തരത്തിൽ ലഹരി വസ്തുക്കളടക്കം പ്രദർശിപ്പിച്ചുകൊണ്ട് അശ്ലീല ചുവയോടുകൂടി നിരന്തരം സംസാരിക്കുകയും ഒരുപക്ഷെ പോൺ സൈറ്റുകളിലൊക്കെ കാണുന്ന വീഡിയോകളൊക്കെ തൻ്റെ ലൈവിലൂടെ പ്രചരിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു യുവാവ് ഇത്തരത്തിൽ സ്വൈര്യവിഹാരം നടത്തുകയാണ്. ഇദ്ദേഹത്തിനെതിരെ ഒരു നടപടിയും സ്വീകരിക്കാൻ കഴിയുന്നില്ല എന്നുള്ള കാര്യങ്ങൾ അദ്ദേഹത്തെ അറിയിക്കുകയും DGPയുടെ അന്വേഷണത്തെ എൻഡോഴ്സ് ചെയ്യുകയായിരുന്നു അദ്ദേഹം. അത് വേഗത്തിലാക്കാനും അതോടൊപ്പം തന്നെ അതിൽ അന്വേഷണത്തിന് ശേഷം കൃത്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കും എന്നുള്ള ഉറപ്പ് കൂടി രമേശ് ചെന്നിത്തല ഇന്നിപ്പോൾ എടപ്പാളിലെത്തിയപ്പോൾ നടത്തുകയുണ്ടായി. നിഹാദിന്റെ കാര്യം സൂചിപ്പിക്കുമ്പോൾ അദ്ദേഹം ആദ്യം ഒരുപാട് അസ്വാഭാവിക പ്രവർത്തനങ്ങളുമായാണ് ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ശ്രദ്ധ ആകർഷിക്കുന്നത്. കിക്ക് എന്ന സ്ട്രീം പ്ലാറ്റ്ഫോമിലാണ് ആദ്യം ഈ സ്ട്രീമിംഗ് ആരംഭിക്കുന്നത്. ഗെയിമിംഗ് ആണ് പ്രധാനമായും രീതി. പിന്നീട് അത് യൂട്യൂബിലേക്ക് അടക്കം കടക്കുകയും നിരവധി ഫോളോവേഴ്സ് ഇദ്ദേഹത്തെ നിരന്തരം ഫോളോ ചെയ്യും. പ്രത്യേകിച്ച് ചെറിയ കുട്ടികളാണ്, പ്രായപൂർത്തി പോലും ആയിട്ടില്ലാത്ത ചെറിയ കുട്ടികൾ നിരന്തരം ഇയാളെ ഫോളോ ചെയ്യുകയും ഇയാൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വളരെ മഹത്തരമാണെന്നും, അതായത് ലൈവിൽ തെറി വിളിക്കുകയും അശ്ലീല പ്രദർശനം നടത്തുകയും ഒക്കെ അതൊക്കെയാണ് യുവത്വത്തിൻ്റെ പ്രസരിപ്പിൻ്റെ അടയാളം എന്ന് കാണിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആളുകളോട് തട്ടിക്കയറുന്നതും ഒക്കെയാണ് തങ്ങളുടെ രീതി, അതൊക്കെയാകണം തങ്ങളുടെ രീതി എന്ന് കുട്ടികൾ തെറ്റിദ്ധരിക്കുകയും ഒക്കെ ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. തൊപ്പിയൊരു ആഹ്വാനം നൽകിയാൽ അതിൽ പുറകെ ഇറങ്ങാൻ പതിനായിരക്കണക്കിന്, ലക്ഷക്കണക്കിന് കുട്ടികളുള്ള കാലം ഒക്കെ ഉണ്ടായിരുന്നു. എന്നാൽ സമീപകാലത്ത് പിന്നീട് അദ്ദേഹം ഒരു MRZ എന്ന പേരിൽ ഒരു ഗാങ് രൂപീകരിക്കുന്നു. നിരവധി ഗാങ് മെമ്പേഴ്സിനെയും അതിൽ ഉൾപ്പെടുത്തുകയാണ്. അവർക്ക് ഓരോരുത്തർക്കും ഓരോ ക്യാരക്ടേഴ്സ് രൂപപ്പെടുത്തുന്നു. ഇവരൊക്കെ ഇന്ന കഥാപാത്രങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആളുകളിൽ ഇഞ്ചക്ട് ചെയ്യിപ്പിക്കുന്നു. ആ കഥാപാത്രങ്ങൾക്കും വലിയ സ്വീകാര്യത നേടിക്കൊടുക്കുന്നു. എല്ലാത്തിനെയും പൊക്കണം. പിന്നെ അല്ല, നമ്മുടെ മന്ത്രി പറഞ്ഞത് കറക്റ്റ് കാര്യമാണ്. എല്ലാത്തിനെയും തൂക്കണം.